കോക്കണ്ണൻ രണ്ടെണ്ണം അടിച്ചിട്ടാണോ ഈ റിവ്യൂ ചെയ്തത്? ഞാൻ അങ്ങനെ തന്നെ ചോദിക്കുകയാണ്. നോക്കുക, അഭിനയിച്ച നായകൻ തന്നെ പറയുകയാണ് സിനിമ കുറച്ച് ഓവറായിട്ടുണ്ട്, ഞങ്ങളുടെ ആക്ടിംഗ് ഒക്കെ ചെറിയ രീതിയിൽ പാളിയിട്ടുണ്ട്. ഈ ചങ്ങായി അടിച്ചിട്ടാണോ റിവ്യൂവിന് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കുക, നായകൻ തന്നെ സമ്മതിക്കുന്നു സിനിമ പാളിയെന്ന്. കോക്ക് പറയുകയാണ് തിയേറ്റർ കുലുക്കി മറ്റേതാക്കി മറിച്ചതാക്കി. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അൽത്തു കാസർഗോഡാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അശ്വന്ത് കോക്ക്. അതായത് പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഏത് ഊളപ്പടമാണെങ്കിലും ഞാൻ പോസിറ്റീവ് പറയും. അതാണ് അശ്വന്ത് കോക്കിൻ്റെ നിലവിലുള്ള അവസ്ഥ. അശ്വന്ത് കോക്കിനുള്ള 8ന്റെ മറുപടിയും അശ്വന്ത് കോക്ക് ബ്രൊമാൻസ് സിനിമക്ക് നടത്തിയ പോസിറ്റീവ് റിവ്യൂവും അതിനുശേഷം ആ സിനിമയുടെ നായകൻ തന്നെ പറയുകയാണ്, മാത്യു തോമസ് തന്നെ പറയുകയാണ്, ഈ സിനിമയിൽ ഞങ്ങൾക്ക് ഇത്തിരി തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, നിങ്ങളോട് എല്ലാവരോടും ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. അങ്ങനെയൊക്കെ മാത്യു തോമസ് അടക്കം പറയുകയാണ് ആ സിനിമ പാളിപ്പോയി, നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. അങ്ങനെ അഭിനയിച്ച നായകനടക്കം അതൊരു സിനിമ ഞങ്ങളിൽ നിന്ന് പാളിപ്പോയി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അശ്വന്ത് കോക്ക് കൊടുത്ത റിവ്യൂ പോസിറ്റീവ് എന്നല്ല, വൻ പോസിറ്റീവ്, ഒരു നെഗറ്റീവ് പോലും പറയാതെ 100ൽ 100% പോസിറ്റീവ് പറഞ്ഞ അശ്വന്ത് കോക്കിനുള്ള ചുട്ട മറുപടിയാണ് ഞാൻ ഇന്ന് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയുകയാണ്. എൻ്റെ ലാംഗ്വേജ്, അതായത് ഞാൻ കാസർഗോഡുകാരനായതുകൊണ്ട് മലയാളം ഇത്തിരി പാടാണ്. ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കഴിഞ്ഞ കമൻറ്റ് ബോക്സിൽ കുറച്ചും വന്നതുകൊണ്ടാണ് ഇത്ര ഓപ്പണായി പറയാൻ കാരണം. അപ്പോൾ അശ്വന്ത് കോക്ക് ബ്രൊമാൻസ് സിനിമക്ക് നടത്തിയ പോസിറ്റീവ് റിവ്യൂ ഉണ്ടല്ലോ, അതിവിടെ സൈഡിൽ വെച്ചുകൊണ്ട് നമുക്ക് പിന്നീട് ഈ സിനിമയെക്കുറിച്ച് മാത്യു തോമസ് പറയുന്ന കാര്യം, ഞങ്ങൾക്ക് തന്നെ പാളിപ്പോയി എന്ന് മാത്യു തോമസ് പറയുന്ന കാര്യം കൂടി ഞാനിവിടെ വെച്ച് തരാം. ആദ്യം അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂ നമുക്ക് കേൾക്കാം. അതിനുശേഷം അശ്വന്ത് കോക്കിന് ഇഞ്ചായി റീപ്ലൈ കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് കടക്കാം. ഓക്കെ, ബ്രോമാൻസ് സ്റ്റോറി ഡയറക്ഷൻ അരുൺ ഡി ജോസ്, രവീഷ് നാഥും തോമസ് പി സെബാസ്റ്റ്യൻ ചേർന്നിട്ടാണ് സ്ക്രീൻ പ്ലേയും ഡയലോഗ്സും എഴുതിയിരിക്കുന്നത്. വാട്ട് എ റോളർ കോസ്റ്റർ റൈഡ്. തിയേറ്ററിൽ കയറി 2 മണിക്കൂർ 18 മിനിറ്റ് ഉണ്ട് സിനിമ ആരംഭിച്ചിട്ട് പിന്നെ ഒരു പോക്ക, അന്യ എക്സ്പീരിയൻസ്. അതായത് അങ്ങനെയുള്ളൊരു ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്നിട്ട് വലിയൊരു തിയേറ്ററിൽ, കിങ് സൈസ് തിയേറ്ററിൽ ഇരുന്നിട്ട് യച്ചാതി എൻജോയ്മെൻ്റ് ആയിരുന്നു അറിയും. ലൈഫിൽ 2 മണിക്കൂർ 18 മിനിറ്റ് എല്ലാം മറന്ന് ഇരുന്നങ്ങ് കണ്ട് അങ്ങോട്ട് ആസ്വദിച്ച്. സത്യം പറഞ്ഞാൽ ചിരി വരികയാണ്. പറയുകയാണ് അശ്വന്ത് കോക്ക് 2 മണിക്കൂറും 18 മിനിറ്റും എങ്ങനെ പോയി എന്ന് പോലും അറിയാതെ അത്രയും മികച്ച പടമാണ്. ആ പടം ഞാനും നിങ്ങളും കണ്ടതാണ്. ഞാൻ ആ പടത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല, നമ്മളൊക്കെ കണ്ടവരാണ്. ഇങ്ങനെ പറയുന്നത് നോക്കൂ. അപ്പോൾ ഇവിടെയുള്ളത് പൈസ കയ്യിലുണ്ടോ, പൈസ കൊടുത്താൽ ഏത് ഊളപ്പടമാണെങ്കിലും ഞാൻ അതിനെ പോസിറ്റീവ് പറയും. അശ്വന്ത് കോക്കിനോട് ഒരൊറ്റ കാര്യം പറയുകയാണ്, നിങ്ങൾ പോസിറ്റീവ് പറഞ്ഞോളൂ, പ്രശ്നമില്ല. നല്ല നല്ല പടങ്ങളൊക്കെ നിങ്ങൾ നെഗറ്റീവ് അടിച്ച് കൊല്ലുകയാണ്. ഇത്തരത്തിലുള്ള ഊളപ്പടത്തിനൊക്കെ നിങ്ങൾ പോസിറ്റീവ് പറയുകയാണ്. അപ്പോൾ സാധാരണക്കാരായ ചോറ് കഴിക്കുന്ന മലയാളികൾക്കറിയാം പൈസ കിട്ടിയിട്ടുണ്ട്, നല്ലോണം പൈസ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ഭാഗം കൂടി കേട്ട് നോക്കാം. അത് അവിടെ ഉണ്ട്, സാധനമുണ്ട്, ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. പക്ഷേ അതിന് മുകളിലേക്ക് പെർഫോം ചെയ്തിട്ട് തിയേറ്റർ ഇളക്കി മറിക്കുക, തിയേറ്ററിൽ വന്ന ആളുകളെ ചിരിപ്പിക്കുക, പിടിച്ചിരുത്തുക, സീൻ ബൈ സീൻ, സീൻ ആഫ്റ്റർ സീൻ, അതുപോലത്തെ ഇളക്കി മറിക്കുന്ന പരിപാടി ഞാൻ ലിറ്ററലി ഭീകരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ട ഒരു സിനിമയാണ് ബ്രൊമാൻസ്. സിനിമ ആരംഭിക്കുന്നത് ഒരു റീൽസ്. കോക്കിൻ്റെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. പൈസ കൊടുത്താൽ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? കോക്ക് പറയുകയാണ്, ചിരിച്ചു ചത്തു. എൻ്റെ പൊന്നാര കോക്കെ, നിനക്ക് കുറച്ച് വയസ്സായിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരു 50-55 വയസ്സായിട്ടുണ്ടാവും. ആ ഒരു ഏജ് ആയവർക്ക് ഒരു പക്ഷേ ഈ ഒരു സിനിമ കണ്ട് ചിരിക്കാൻ തോന്നിയിട്ടുണ്ടാവും. എനിക്ക് പ്രത്യേകിച്ചിട്ട് ഈ സിനിമ കണ്ട് ചിരിക്കാനൊന്നും തോന്നിയിട്ടില്ല. എൻ്റെ പൊന്നാര കോക്കെ, പൈസ കിട്ടിയാൽ ഇങ്ങനെ പറയണോ? ഇത്ര തള്ളണോ? കുറച്ച് തള്ളിക്കൊടുത്തോ, പ്രശ്നമില്ല. എന്താണ് കോക്കെ, നിനക്കൊരു സ്റ്റാൻഡേർഡൊക്കെ ഇല്ലേ കോക്കെ? നീ തന്നെ നിന്റെ വില കളയണോ കോക്കെ? ഓക്കെ, കോക്ക് പറയുന്ന അടുത്ത കാര്യം കൂടി കേട്ട് നോക്കാം നമുക്ക്. ഓക്കെ, നമ്മുടെ മാത്യു തോമസ്, അതുപോലെ തന്നെ JK, ശ്യാമോഹൻ, ഇവരുടെ എൻട്രിയാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, സ്ക്രീൻ പ്ലേയിൽ നമുക്ക് ഫീൽ ചെയ്യില്ല. അതായത് ഒരു ക്യാരക്ടർ ഇങ്ങനെ വന്ന് കയറുന്നു, അവരെ പരിചയപ്പെടുത്തുന്നു, അങ്ങനെയൊന്നുമില്ല. എങ്ങനെയൊക്കെയോ പടം അങ്ങ് പോവുകയാണ്. അതാ പറയാം, റോളർ കോസ്റ്റർ റൈഡാണ്. ഇങ്ങനെ വന്ന് ശ്യാമോഹൻ, മാത്യു തോമസിൻ്റെ ഇതിലുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലത്തെ ഇദ്ദേഹത്തിന് ഹൈപ്പർ ടെൻഷൻ പരിപാടിയൊക്കെ ഉണ്ട്. അത് വന്നിട്ട് പിന്നെ പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി ഒരു സീനിൻ്റെ അകത്ത് പെർഫോം ചെയ്യുക. അതേ പറഞ്ഞത് പ്രിയദർശൻ പടങ്ങളിൽ പോലെ
പണ്ട് ലാലേട്ടനും മുകേഷൊക്കെ ചെയ്തു വെച്ച പരിപാടിയില്ലേ, അതായത് സീനകത്ത് പെർഫോം ചെയ്തിട്ട് പെർഫോമൻസ് കൊണ്ട് പടത്തിന് ഹൈ ആക്കുക, അങ്ങനത്തെ പരിപാടി. അതിലെല്ലാവരും ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ബിനു പപ്പു വന്നു, മാത്യു തോമസ് വന്നു, ശ്യാമോഹൻ വന്നു, അർജുൻ അശോകൻ വന്നു, മഹിമ നമ്പ്യാർ വന്നു, പിന്നെ അതാ വരുന്നു ഷാജോണിൻ്റെ ഒക്കെ പരിപാടി എന്താ ഇതിനകത്ത്, ഡോങ്ലി ഷാജോണിൻ്റെ ചില പഞ്ചൊക്കെ ഉണ്ട്. അങ്ങനെ ഇത്രയും ക്യാരക്ടേഴ്സ് വന്നിട്ട് ഒരു 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 സ്റ്റോറി ഉണ്ട് ഇതിനകത്ത്, അതിൻ്റെ പുറകെ പോകണം. എൻ്റെ പൊന്നാരൊക്കെ നിനക്ക് വറപ്പാണില്ലേ, ഒരു സത്യസന്ധമായിട്ട് റിവ്യൂ ചെയ്യുകയൊക്കെ. ഇവിടെ പറയുകയാണ്, അതായത് മാത്യു തോമസിന്റെ അഭിനയം മികച്ചൊരു അഭിനയമാണ്, മാത്യു തോമസ് തിയേറ്ററിനെ കുലുക്കി, അങ്ങനെയൊക്കെയാണ് ഈ അശ്വന്ത് കോക്ക് പറയുന്നത്. ഓക്കെ, മാത്യു തോമസിന് തന്നെ ഇതിനുള്ളൊരു അഭിപ്രായമുണ്ടല്ലോ. മാത്യു തോമസ് അഭിനയിച്ച സിനിമയിൽ കോക്ക് പറയുന്നത് തിയേറ്ററെ കുലുക്കി മറ്റതാക്കി മറിച്ചതാക്കി ഇതുപോലെ ഒരു ആക്ടറും വരാനില്ല, അത്ര മികച്ച രീതിയിലാണ് മാത്യു തോമസ് അഭിനയിച്ചതെന്നാണ് കോക്ക് പറഞ്ഞത്. അപ്പൊ നമുക്ക് മാത്യു തോമസിനോട് തന്നെ ചോദിച്ചു നോക്കാം, നിന്റെ ആക്ടിങ്ങിനെ പറ്റി നിനക്ക് എന്താണ് പറയാനുള്ളത്? ഓക്കെ, മാത്യു തോമസ് പറയുന്നതാണ്, കേട്ടു നോക്കുന്നത്. OTT-ക്ക് വരുമ്പോ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരുന്നത് മാത്യു കണ്ടിട്ടുണ്ടായിരിക്കും. അത് തിയേറ്ററിൽ വന്നപ്പോഴേ ആ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായിരുന്നു ആ ക്യാരക്ടറിന്. അത് ഈ പറഞ്ഞ പോലെ നമ്മള് എല്ലാവരും ചേർന്ന് ആ ക്യാരക്ടറിന് എടുത്തൊരു മീറ്റർ ചിലപ്പോ തെറ്റിപ്പോയതെന്നാണ് എനിക്ക് മനസ്സിലായത്. അത് ഇപ്പൊ ആൾക്കാർ ഓവറാന്ന് പറയുന്നത് ഓവറായിട്ട് തന്നെയാണ്. പിന്നെ ആ ക്യാരക്ടർ ചില സ്ഥലത്തൊക്കെ അവന്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ സിറ്റുവേഷൻ ഉണ്ടാക്കിയായിരുന്നു ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. അപ്പൊ അത് ആൾക്കാർക്ക് ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് അത് വർക്കായിട്ടില്ല എന്നുള്ളത് അത് മനസ്സിലാക്കുക എന്നുള്ളത്, അത് ഓഡിയൻസും അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം മാറിയതിന്റെ പ്രശ്നമല്ല, അത് നമ്മൾ ചെയ്തതിന്റെ പ്രശ്നമാണ്. അപ്പോ അത് കുറച്ചും കൂടെ ചിലപ്പോ വൃത്തിക്ക് എല്ലാവർക്കും കൂടെ കൺവിൻസിങ് ആവുന്ന രീതിയിൽ ചെയ്യണമായിരുന്നു. അപ്പൊ അത് നമ്മൾ ആ സമയത്ത് ഷൂട്ടിന്റെ സമയത്ത് എടുത്തൊരു ജഡ്ജ്മെന്റ് പ്രശ്നമാണ്. റൊമാൻസ് തിയേറ്ററിൽ ഭയങ്കര മാത്യു തോമസിന് കൈ കൊടുക്കുകയാണ്, ബിഗ് സല്യൂട്ട് അടിക്കുകയാണ്. അതായത് കുറ്റം സമ്മതിക്കുകയാണ്. മാത്യു തോമസ് ക്ലിയറായി പറയുകയാണ്, കോമഡി ഇത്തിരി ഓവറാണ്, എൻ്റെ സീനുകളൊക്കെ ഇത്തിരി ഓവറായിട്ടാണ് എനിക്കും തോന്നിയത്. ഓക്കെ, നല്ല കാര്യമാണ്. അതായത് നെഗറ്റീവ് വന്നു എന്ന് വിചാരിച്ച് അതായത് ഞാൻ ചെയ്തത് നെഗറ്റീവാണെന്ന്, ഞാൻ ചെയ്തത് കുറച്ച് ഓവറാണെന്ന് സ്വന്തം സമ്മതിക്കുന്നത് നല്ലൊരു മനസ്സാണ്. പക്ഷേ കോക്കണ്ണൻ 2 എണ്ണം അടിച്ചിട്ടാണോ ഈ റിവ്യൂ ചെയ്തത്? ഞാൻ അങ്ങനെ തന്നെ ചോദിക്കുകയാണ്. നോക്കുക, അഭിനയിച്ച നായകൻ തന്നെ പറയുകയാണ് സിനിമ കുറച്ച് ഓവറായിട്ടുണ്ട്, ഞങ്ങളുടെ ആക്ടിംഗ് ഒക്കെ ചെറിയ രീതിയിൽ പാളിയിട്ടുണ്ട്. ഈ ചങ്ങായി 2 അടിച്ചിട്ടാണോ റിവ്യൂവിന് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കുക, നായകൻ തന്നെ സമ്മതിക്കുന്നു സിനിമ പാളിയെന്ന്. കോക്ക് പറയുകയാണ് തിയേറ്റർ കുലുക്കി മറ്റതാക്കി മറിച്ചതാക്കി. എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളത്, വൃദ്ധന്മാർക്ക് വേണ്ടി ഒരു സിനിമ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഞാൻ ഇങ്ങനെ വൃദ്ധന്മാരെ ചെറുതാക്കുന്നതല്ല, ഈ അശ്വന്ത് കോക്കിന്റെ ഇത്തരത്തിലുള്ള റിവ്യൂ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തന്നെ പറയാൻ തോന്നി. അതായത് ഒറ്റ കാര്യം പറയുകയാണ്, ഒരു മലയാള സിനിമ എന്ന് പറയുന്നത് ഒരു 6 വയസ്സ് മുതൽ ഒരു 60-70 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ആസ്വദിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ്. അതിലധികവും കൂടുതലായിട്ടും വ്യൂസ് കിട്ടുന്നത് ന്യൂ ജനറേഷനാണ്. ഒരു 14 മുതൽ 28-30 വയസ്സ് വരെയുള്ള ആൾക്കാരാണ് കൂടുതൽ സിനിമ കാണാൻ പോകുന്നതും എൻജോയ് ചെയ്യാൻ പോകുന്നതും. പിന്നീട് നമുക്കാണ് അതിൻ്റെ യഥാർത്ഥം മനസ്സിലാവുക, അതായത് കോമഡി പടമാണോ എന്ത് പടമാണെന്ന് കൂടുതലായും തിങ്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത് ന്യൂ ജനറേഷൻ പിള്ളേർക്കാണ്. പക്ഷേ ഇവിടെ അശ്വന്ത് കോക്കിനെ പോലെ വലിയ വയസ്സായ ആൾക്കാർക്ക് ഈ സിനിമകളൊന്നും അത്ര വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് അശ്വന്ത് കോക്കിനൊക്കെ ഇഷ്ടപ്പെടുന്ന സിനിമ വരണമെങ്കിൽ ആരഭിനയിക്കണം എനിക്കറിയില്ല. അതായത് ഞാൻ പറയുകയാണ്, അശ്വന്ത് കോക്കിന് നിലവിലെ മെമ്മറി കുറച്ച് ലോസ് ആയി, എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ അശ്വന്ത് കോക്ക് എന്ത് ചെയ്യണം, പടം കാണണം, അഭിപ്രായം പറയാൻ ഇരിക്കരുത്. അശ്വന്ത് കോക്കിന് ഇഷ്ടപ്പെടുന്ന സിനിമ നിലവിൽ വരൂല എന്ന് ഞാൻ പറയുകയാണ്. കാരണം ഏജായ ആൾക്കാരല്ലേ, നമ്മൾ എന്തിനാണ് അവരുടെ സിനിമകളൊക്കെ അവരുടെ അഭിപ്രായമൊക്കെ നമ്മൾ കേൾക്കാനേ പാടില്ല. ഇപ്പൊ കുറച്ച് കഴിഞ്ഞാലൊക്കെ അശ്വന്ത് കോക്ക് നമ്മളൊക്കെ നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കാണുന്ന ഒരു പരിപാടിയാണ്. കുറച്ച് ഏജായി കഴിഞ്ഞാൽ എന്ത് കണ്ടാലും വിമർശനം, എന്തിനാണ് നീ അങ്ങനെ ചെയ്യുന്നത്, എന്തിനാണ് അവിടെയൊക്കെ പോകുന്നത്, എന്ത് കണ്ടാലും അതൊരു നെഗറ്റീവാണ്. അശ്വന്ത് കോക്കിന്റെ അവസ്ഥയും നിലവിൽ അങ്ങനെ തന്നെയാണ്. മൂപ്പർക്ക് കുറച്ച് ഏജ് ആയതുകൊണ്ട് അങ്ങനെ ആയിട്ടുണ്ടാവും ഇത്തരത്തിൽ നെഗറ്റീവായി ചിന്തിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കോക്കണ്ണനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഏജായെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സിനിമ കാണാനുള്ള ബുദ്ധിയും സിനിമയ്ക്ക് റിവ്യൂ പറയാനുള്ള ബുദ്ധിയും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു നിങ്ങൾ ചിന്തിക്കുക. വെറുതെ എന്തെങ്കിലും കയറി പറയാതിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ ഇനി വരാനില്ല. അതായത് ഒരു 1980-90 കാലഘട്ടത്തിലൊക്കെ യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും. നിങ്ങൾക്ക് ബോറടിക്കുമ്പോൾ ആ സിനിമ ഇരുന്ന് നിങ്ങൾ കാണുക. അങ്ങനെ തന്നെ ഞാൻ പറയുകയാണ് അശ്വന്ത് കോക്കിനോട്.
ഓക്കെ, അപ്പോൾ ഏതായാലും ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കോക്ക്, അപ്പോൾ ഒരു ചെറിയ കാര്യം കൂടി ഇടയ്ക്ക് പറയുകയാണ്. ഇനിയിപ്പോൾ സിനിമ റിലീസ് ചെയ്യുമ്പോൾ കോക്കിനോടൊരു അഭിപ്രായം ചോദിക്കുന്നത് നല്ലതായിട്ടുണ്ടാവും. കോക്കിന് ചിരി വരുന്നില്ല അത്ര തിയേറ്ററിൽ കയറി, സ്വയം മനസ്സിലാക്കുന്നില്ല. എനിക്ക് വയസ്സായത് കൊണ്ടാണ് എനിക്ക് ചിരി വരാത്തത്. എനിക്ക് അതായത് ദ പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപിന്റെ പടം കണ്ട് മൂപ്പർക്ക് ചിരി വന്നില്ല അത്രേ. അപ്പോൾ അതിന് നിങ്ങൾ സ്വയം ചിന്തിക്കണം. ഏജ് ആകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്, കോമഡി കാണുമ്പോൾ ചിരിയൊന്നും വരൂല. അതൊന്ന് സ്വയം മനസ്സിലാക്കും നല്ലതാണ് കോക്ക്. അപ്പോൾ ഏതായാലും ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.